ഹായ് സ്റ്റുഡൻസ്, മാക്സിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ICSE 10th വാട്ടർ സോഴ്സസ്, ജോഗ്രഫിയിലെ വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ സോഴ്സസ് പഠിച്ചു. രണ്ട് തരത്തിലുള്ള വാട്ടർ സോഴ്സസ് ഉണ്ട്, സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും. പിന്നെ അതിനുള്ള ഡിഫറൻഷ്യേറ്റ് പഠിച്ചു. പിന്നെ ഇറിഗേഷൻ പഠിച്ചു, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ പഠിച്ചു, ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷൻ്റെ കുറച്ച് 8 പോയിൻ്റ് പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ പഠിച്ചു. ടൈപ്സ് ഓഫ് ഇറിഗേഷനകത്താണ് പ്രിമിറ്റീവ് ടൈപ്പ് ഇറിഗേഷനും മോഡേൺ ഇറിഗേഷനും ഉണ്ട്. പ്രിമിറ്റീവ് ടൈപ്പിനകത്ത് 3 പഠിച്ചു: വെൽസ്, പിന്നെ ടാങ്ക്സ് ആൻഡ് ഇൻഡൻറ്റേഷൻ കനാൽസ്. അതുപോലെ അടുത്ത മോഡേൺ മെത്തേഡ്സ് ആണ്. നിങ്ങൾക്കറിയാലോ എന്താണ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ? മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് മെത്തേഡിൽ നിന്ന് മാറി മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഇറിഗേഷനാണ് മോഡേൺ ഇറിഗേഷൻ, മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മോഡേൺ മെത്തേഡ്, നമ്മൾ പ്രിമിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇറിഗേഷൻ നടത്താൻ പറ്റൂ. ചിലപ്പം റെയിൻഫാളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇറിഗേഷൻ നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ അല്ലെങ്കിൽ റെയിൻഫാളുള്ള സീസണിൽ നദിയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീസണിൽ മാത്രമേ നമുക്ക് ഇറിഗേഷൻ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ മോഡേൺ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഇയറിലെ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറിഗേഷൻ നടത്താൻ പറ്റും. അതാണ് മോഡേൺ മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈപ്സ് ഓഫ് മോഡേൺ മെത്തേഡ്സ് പഠിക്കണം. അതിന് ഫസ്റ്റ് വരുന്നതാണ് ട്യൂബ് വെൽസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് ട്യൂബ് വെൽസ്. Tube wells have been introduced mainly in the Indo-Gangetic plains, where groundwater is available in plenty and is fairly close to the surface. ഓക്കെ, അതായത് ഇൻഡോ-ഗാംഗ്ലറ്റിക് പ്ലെയിൻ, അതായത് നമ്മുടെ ഗംഗ സമതലയിൽ, അതായത് ഗംഗ ഒഴുകുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഇൻഡോ-ഗാംഗ്ലറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. അതൊരു സമതലമാണ്. ഓക്കെ, അതായത് UP, ബീഹാർ പോലുള്ള ആ സ്ഥലങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ട്യൂബ് വെൽസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇറിഗേഷന് വേണ്ടി. അതായത് ട്യൂബ് വെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വെല്ലല്ല, ഇപ്പം കുഴൽക്കിണർ എന്ന് പറയത്തില്ലേ, അതാണ് ട്യൂബ് വെൽസ്. അതായത് ഏകദേശം ഒരു 10-15 മീറ്റർ ആഴത്തിൽ വളരെ ചെറിയ ഒരു ഡയമീറ്ററിൽ നമ്മൾ ഡഗ് ചെയ്യുന്ന ഹോളിനെയാണ് നമ്മൾ ട്യൂബ് വെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ കുഴിച്ച് നമ്മൾ വെള്ളം കാണുന്നു. വെള്ളം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് തൊട്ടിയും കയറിട്ടൊക്കെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, പമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടർ ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിംഗ് ഏരിയയിൽ എത്തിക്കും. ഇതാണ് ട്യൂബ് വെല്ലിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്യൂബ് വെൽ ക്യാൻ വാട്ടർ എ മച്ച് ലാർജർ ഏരിയ. ഓക്കെ, ഒരു 400 ഹെക്ടേഴ്സിന് വരെ വാട്ടർ സപ്ലൈ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ട്യൂബ് വെല്ലിനെ കൊണ്ട് പറ്റും. ദേ ആർ ഡെഫിനറ്റ്ലി ബെറ്റർ ആൻഡ് മോർ റിലയബിൾ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഡ്രൗട്ട് വെൻ എ സർഫസ് വെൽസ് ഡ്രൈസ് അപ്പ്. അതായത് നമ്മുടെ സാധാ കിണറുകൾ ഡ്രൈ ചെയ്യുമ്പോഴും ട്യൂബ് വെൽസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കാണാൻ പറ്റും, അല്ലേ? വെള്ളം ഉണ്ടാകും. കാരണം ഗ്രൗണ്ട് വാട്ടർ വളരെ ആഴത്തിൽ കുഴിക്കുന്ന വെല്ലുകളാണ് ഈ ട്യൂബ് വെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കാണും സാധ്യതയുണ്ട്. ദർ ആൾസോ സ്യൂട്ടഡ് ടു ഏരിയാസ് ഓഫ് സ്മാൾ ഹോൾഡിങ്സ്. ഹൗവർ ദർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് സപ്ലൈസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ദർ മസ്റ്റ് ആൾസോ ബി റെഗുലർ സപ്ലൈ ഓഫ് ചീപ്പ് ഇലക്ട്രിസിറ്റി. Also, the region must be fertile and productive, so the cost of construction and operation of the tube well may be recovered from increased farm production. ഓക്കെ, അത് കോസ്റ്റ് വളരെ കുറവെന്നാണ് പറയുന്നത്. ട്യൂബ് വെൽസ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകളിൽ ട്യൂബ് വെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് എക്സാമിന് ചോദിക്കാം? ട്യൂബ് വെൽസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പരീക്ഷയ്ക്ക് ചോദിക്കാം. ട്യൂബ് വെൽസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാൻ ഇറിഗേറ്റ് ലാർജർ ഏരിയ ഓഫ് ലാൻഡ്. അതായത് 400 ഹെക്ടേഴ്സ് വരെയുള്ള ലാൻഡിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, ഇറിഗേഷൻ നടത്താൻ പറ്റും ട്യൂബ് വെൽസിനെ കൊണ്ട്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഇവാപ്പറേഷനാണ്. അതായത് വളരെ ചെറിയ ഇവാപ്പറേഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. വളരെ നമ്മളിപ്പം ഒരു വലിയൊരു ഡയമീറ്ററുള്ള കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരൾച്ച വരുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്തങ്ങ് പോകും വാട്ടർ. പക്ഷേ ട്യൂബ് വെൽസിനകത്ത് വളരെ ചെറിയ ഡയമീറ്ററാണ്, കാരണമല്ല വളരെ ആഴത്തിലുമാണ്. അപ്പം ഇവാപ്പറേഷൻ വളരെ കുറവായിരിക്കും. അതാണ് ലീസ്റ്റ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. നോ പ്രോബ്ലം ഓഫ് ബ്രാക്കിഷ് വാട്ടർ.
അതായത് വളരെ ഉപ്പ് രസമുള്ള വാട്ടറൊന്നും അതിനകത്ത് വരില്ല. ഓക്കെ, അടുത്തത് അതാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കിയാൽ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. അതായത് കോസ്റ്റ്ലി എന്ന് പറയുന്നത് ഇത് കുഴിക്കാൻ ഭയങ്കര ചിലവാണ്. അതായത് ഇതിനകത്തുള്ള മെഷീനറി ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും ലേബർ കോസ്റ്റ് ആയാലും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അടുത്തത് റിക്വയർസ് ഇലക്ട്രിസിറ്റി. ഞാൻ പറഞ്ഞില്ലേ, പമ്പ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് പമ്പ് വെച്ചിട്ട് നമ്മൾ വാട്ടർ എടുക്കുന്നു. അപ്പോൾ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, ഇപ്പോൾ ഒരു കിണറല്ല ഒരു ഫാമിംഗ് ഏരിയയിലുള്ളത്, ഒരു 10-20 കിണർ കാണും. അപ്പോൾ അത് ഇത്രയും 20 പമ്പ് വെച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതാണ് പറയുന്നത്, എന്താണ് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ട്യൂബ് വെൽസ് നമുക്ക് പറ്റൂ. അപ്പോൾ ആ ചിത്രത്തിൽ ആ ഒരു പടത്തിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഫാമിംഗ് ഏരിയയിൽ ട്യൂബ് വെല്ല് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു വലിയൊരു നെൽകൃഷി പാടമാണ്. അവിടുന്ന് ട്യൂബ് വെൽസ് പമ്പ് ഉപയോഗിച്ചിട്ട് ആ പൈപ്പിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ആ ഒരു ഫീൽഡിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് കനാൽസ് വെച്ച് ഉണ്ടാക്കി ആ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ ടെക്നോളജി. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇറിഗേഷൻ ടെക്നിക്കാണ്, മോഡേൺ മെത്തേഡിൽ വരുന്ന ഇറിഗേഷൻ ടെക്നിക്കാണ് കനാൽസ്. ഓക്കെ, നമ്മൾ ഇൻഡന്റേഷൻ കനാൽ പഠിച്ചു. ഇൻഡന്റേഷൻ കനാൽ എന്തായിരുന്നു? ഇൻഡന്റേഷൻ കനാൽ എന്ന് പറയുന്നത് ഈ ഫ്ലഡൊക്കെ വരുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന കനാലാണ് ഇൻഡന്റേഷൻ കനാൽ. പക്ഷേ ഈ നമ്മുടെ സാധാ കനാൽ എന്ന് പറയുന്നത് അതായത് ഏത് വർഷത്തിൽ വേണമെങ്കിലും ഏത് ദിവസത്തിൽ വേണമെങ്കിലും വെള്ളം അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് പറയുന്നത് കനാൽസ്. അപ്പോൾ കനാൽസിൻ്റെ ദീസ് ആർ വെരി എഫക്റ്റീവ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ ഇൻ ഏരിയാസ് ഓഫ് ലോ വാട്ടർ. അതായത് വെള്ളം വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് കനാൽസ്. അതായത് എവിടെയായിരിക്കും വെള്ളം വളരെ കുറവായിട്ടുള്ളത്? രാജസ്ഥാൻ, UP, പഞ്ചാബ്, ഹരിയാന, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കനാൽ. അപ്പോൾ കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കനാൽ എന്ന് പറയുന്നത് നമ്മളറിയാലോ കനാൽസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. കനാൽസ് എന്ന് പറഞ്ഞാൽ ഒരു നദി കാണും, ആ നദിയിൽ നിന്നും വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗതി തിരിച്ച് വിടണമെങ്കിൽ അതിൻ്റെ വേ മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മൾ ചെറിയ എന്താണ് പാത്തുകൾ ഡിഗ് ചെയ്യും അല്ലേ. ആ ഡിഗ് ചെയ്യുന്നതിനാണ് നമ്മൾ കനാൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റിൽ ഒരിക്കലും കനാൽസ് കാണപ്പെടുന്നില്ല. നമുക്കറിയില്ല, പെനിൻസുലാർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധാരാളം മധ്യഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റ്. അതായത് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പോൾ ഈ പ്ലേറ്റ്യൂലൊന്നും എന്ത് കാണപ്പെടുന്നില്ല? കനാൽ അങ്ങനെ കാണപ്പെടുന്നില്ല. ഓക്കെ, നോർത്തേൺ പ്ലെയിനിൽ മാത്രമാണ് കനാൽ കാണപ്പെടുന്നത്. മോർ ദാൻ 15 മില്യൺ ഹെക്ടേഴ്സ് ആർ ഇറിഗേറ്റഡ് ബൈ കനാൽ. ഇന്ത്യയിലെ 15 മില്യൺ ഹെക്ടറുകൾ കനാലിലൂടെയാണ് ഇറിഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കനാൽ ഇറിഗേഷനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ്? UP, പഞ്ചാബ്, ഹരിയാന, ബീഹാർ എന്നിവിടെയാണ് കനാൽ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമുക്കിനി പഠിക്കേണ്ടത് എന്താണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കനാലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് കനാൽ ഇറിഗേഷൻ? ഒന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദീസ് കനാൽസ് ആർ പെരിനിയൽ ആൻഡ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ വെൻ അവർ നീഡഡ്. ഓക്കെ, അതായത് മോസ്റ്റ് ഓഫ് ദ കനാൽസ് ആർ പെരിനിയൽ. പെരിനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയർ അറൗണ്ട്. അതായത് ഇയറിലെ ഏതൊരു ദിവസത്തിലും ഈ കനാൽ എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. കനാലിൽ വെള്ളം കാണും. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇറിഗേഷന് വെള്ളം എടുത്തുകൂടെ അതിൽ നിന്ന്. അപ്പോൾ അതാണ് പെരിനിയൽ. ആ വാക്കാണ് പെരിനിയൽ എന്ന് പറയുന്നത്. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ കനാൽസ് ആർ പെരിനിയൽ. ഇറ്റ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ വെൻ എവർ നീഡഡ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കനാൽ വാട്ടർ ഈസ് റിച്ച് ഇൻ സെഡിമെൻറ്റ്സ് ബ്രോട്ട് ഡൗൺ ബൈ റിവേഴ്സ്. ദീസ് സെഡിമെൻറ്റ്സ് ആഡ് ഫെർട്ടിലിറ്റി ടു ദ ഫീൽഡ്സ്. അതായത് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഫെർട്ടൈലായിട്ടുള്ള സെഡിമെൻറ്റ്സ് എല്ലാം ഈ കനാലിലും കാണും. അപ്പോൾ ഉറപ്പായിട്ടും ഈ കനാലിലെ വെള്ളം തന്നെ ക്രോപ്പിന് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ്, ഈ മിനറൽസ് എല്ലാം ഈ ക്രോപ്സിനും കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് ഫെർട്ടിലിറ്റി കൂടുകയും ചെയ്യും, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഓക്കെ, സെഡിമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആൾദോ ഇനിഷ്യൽ കോസ്റ്റ് ആർ ഹൈ, കനാൽ ഇറിഗേഷൻ ഈസ് ക്വൈറ്റ് ചീപ്പ് ഇൻ ലോങ് ടേം. അതായത് ഇത് നിർമ്മിക്കാനുള്ള പാടേ ഉള്ളൂ, മാത്രമല്ല ഇത് എന്താണ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോസ്റ്റ് ഒന്നും എന്താണ് വളരെ കോസ്റ്റ് കുറവാണ്. ഓക്കെ, കാരണം കനാൽ അവിടെ കിടന്നോളും, അതിൻ്റെ ഒരു സംരക്ഷിച്ച് വെച്ചാൽ മാത്രം മതി, അല്ലാതെ വേറെ നിർമ്മാണങ്ങളൊന്നും വേണ്ട. ആദ്യത്തെ ഒരു കോസ്റ്റേ ആവുന്നു. ഇനിഷ്യൽ കോസ്റ്റ് ഹൈ ആണെന്നുണ്ടെങ്കിലും കനാൽ ഇറിഗേഷൻ ചീപ്പാണ്. ഓക്കെ, അടുത്തത്
ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കി, അൺലെസ് കനാൽസ് ആർ ലൈൻഡ് the canal water seeps into the soil and leads to the problem of water logging. അപ്പം കനാല് ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കനാൽസ് പോകുന്ന വഴിക്ക് അതിൻ്റെ ഇരു കരകളിലും എന്ത് ചെയ്യുന്നുണ്ട്, കട്ടയും മണ്ണൊക്കെ വെച്ച് നല്ലതായിട്ട് സിമെൻറ്റൊക്കെ വെച്ച് നല്ലതായിട്ട് കിട്ടും. ഓക്കെ, കാരണം കനാലിൽ നിന്ന് വാട്ടർ അങ്ങോട്ട് കയറാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കനാൽ ലൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ വാട്ടർ ലോഗിങ്ങിന് കാരണമാകുന്നു. അത് വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ വാട്ടർ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ലാർജ് ഏരിയാസ് ഓഫ് പഞ്ചാബ്, ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ് സഫർ ഫ്രം ദ പ്രോബ്ലം ഓഫ് റേ ഓർ സാൾട്ട്സ് ഇൻ ദ അപ്പർ ലെയേഴ്സ് ഓഫ് ദ സോയിൽ ആൻഡ് മേക്സ് ലാർജ് ഏരിയാസ് ഓഫ് അൺഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. അതായത് അറിയാമല്ലോ, അതായത് ഈ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് പോലുള്ള മേഖലകളിൽ അവരുടെ സോയിലിൻ്റെ പ്രത്യേകതയുണ്ട്. ആ സോയിലിൻ്റെ മുകളിൽ എന്താണ്, ഒരു സാൾട്ടി ലെയർ കാണും. ഓക്കെ, അതിന് റേ എന്നാണ് പറയുന്നത്. റേ എന്നാണ് പറയുന്നത്. ഈ ലെയർ ഉള്ളത് കൊണ്ട് തന്നെ, ഈ സോയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കനാലിലോട്ട് വരുന്ന വെള്ളത്തിലും എന്ത് കാണും, ഈ ഒരു സോയിൽ കണ്ടൻറ്റ് കാണും. അപ്പോൾ എന്താണ്, അതൊരു അൺഫിറ്റ് ഫോർ കൾട്ടിവേഷനാണ് ആ ഒരു വാട്ടർ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരമേ കാണത്തുള്ളൂ. വെള്ളം ഇങ്ങനെ ഒഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ്, മാർഷി ഏരിയാസ് നിയർ കനാൽസ് ബിക്കം ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ മോസ്കിറ്റോസ് റിസൾട്ടിങ് ഇൻ വൈഡ് സ്പ്രെഡ് മലേറിയ. അതായത് കനാലിൻ്റെ കരയിലുള്ള മാർഷി ഏരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാമല്ലോ, കനാലിങ്ങനെ ഒഴുകി പോകുമ്പോൾ ആ കനാലിൻ്റെ ചുറ്റും അല്ലെങ്കിൽ കനാലിൽ നിന്നുള്ള വെള്ളം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചതുപ്പ് നിലമായിട്ട് മാറും. അപ്പോൾ ചതുപ്പ് നിലമാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മൊസ്കിറ്റോസൊക്കെ വിഹാര കേന്ദ്രമായിരിക്കും. അത് മൊസ്കിറ്റോസ് മലേറിയൊക്കെ പരത്താനും അത് ബ്രീഡ് ചെയ്യാനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ കനാലിൻ്റെ തീരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജാണ് കനാലിൽ. പക്ഷേ എന്ത് ചെയ്താൽ മതി, കനാൽ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ കനാൽ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് അത് നല്ലതായിട്ട് സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അതാണ് കനാൽ ഇറിഗേഷനുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഓക്കെ, അടുത്തത് സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന ഓക്കെ, അതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഓക്കെ, അതായത് സ്പ്രിംഗ്ലർ എന്ന് പറയുന്നൊരു ചെറിയൊരു മെക്കാനിസമാണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ സ്പ്രേ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്രോപ്പിനകത്തൊക്കെ അടിക്കും. ഓക്കെ, സാധാരണ കണ്ടുവരുന്ന ഇറിഗേഷനാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നിങ്ങൾ ഗാർഡനിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ഗാർഡൻസിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡാണ്, മോഡേൺ ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ്. ഓക്കെ, അതായത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഓവർഹെഡ് ഇറിഗേഷൻ. ഓവർഹെഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ചെടിക്ക് മുകളിലൂടെ വാട്ടർ വന്ന് വീഴുന്ന വെള്ളം വന്ന് വീഴുന്നു, അതാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ചെടിയുടെ മൂട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഇത് ചെടിയുടെ മേളിൽ വന്ന് വീഴുന്നു. ഓക്കെ, ഇറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് സപ്ലൈഡ് വിത്ത് വാട്ടർ ബൈ ഹോസസ് ഫ്രം ദ സോഴ്സ് ഓഫ് വാട്ടർ. അതായത് സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്നും ഒരു ഹോസ് കണക്ട് ചെയ്ത് ആ ഹോസിൽ നിന്നുമായിരിക്കും ഈ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി ലോസ് ഓഫ് വാട്ടർ ബൈ സീപ്പേജസ് because water is supplied through pipes. No water is lost by evaporation because water is supplied directly into the fields by sprinkler and there is minimum wastage. അതായത് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ എഴുതിയാൽ മതി. അതായത് വാട്ടർ എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും വാട്ടർ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, മാത്രമല്ല ഈ വേസ്റ്റേജ് ഓഫ് വാട്ടർ വളരെ കുറവാണ്. കാരണം നമ്മുടെ സോഴ്സിൽ നിന്നും വാട്ടർ ഹോസ് വഴി വന്ന് ഈ സ്പ്രിംഗ്ലറിനകത്തോട്ട് ഡയറക്റ്റ് കയറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്പ്രിംഗ്ലറിൽ നിന്നും ക്രോപ്പിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേസ്റ്റേജ് ഓഫ് വാട്ടർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതും മിനിമം വേസ്റ്റേജ് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവാപ്പറേഷൻ കുറവാണ്, വേസ്റ്റേജും മിനിമമാണ്. ദിസ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഈസ് പ്രാക്ടീസ്ഡ് ഇൻ അരിഡ് ആൻഡ് സെമി അരിഡ് ഏരിയാസ് ആൻഡ് ഓൺലി ഹിൽ ഏരിയാസ് ഓഫ് അൺഈവൻ ടോപ്പോഗ്രഫി. ഓക്കെ, അതായത് ഹില്ലി ഏരിയാസിലും സെമി അരിഡ് ആൻഡ് അരിഡ് ഏരിയാസിലും ചെയ്യുന്ന ഇറിഗേഷൻ ടെക്നിക്ക് ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. ഓക്കെ, അതായത് നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇറിഗേഷൻ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. അവിടെയുള്ള ഏലത്തിലും കുരുമുളകിലൊക്കെ എന്താണ് ചെയ്യുന്നത് ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. ഓക്കെ. മാത്രമല്ല അവിടുത്തെ കടുകല്ല, ഓക്കെ, അവിടുത്തെ മിക്ക ക്രോപ്സിലും ഒക്കെ ചെയ്യുന്നത് ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. കാരണം ടോപ്പ് ഒരു ഹില്ലി ഏരിയാസിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഇറിഗേഷൻ, നമുക്ക് വെള്ളമൊന്നും കൊണ്ട് ഒഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, കാരണം ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കിടക്കുകയല്ലേ ലാൻഡ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ തന്നെയാണ് ബെറ്റർ. However, is a relatively new method to Indian farmers and is quite expensive. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഒന്നും മാത്രമേ പറയാനുള്ളൂ, കാരണം ഇത് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ നോർത്തിലുള്ള ഫാമേഴ്സിനൊന്നും ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ്പെൻസീവാണ്. അപ്പോൾ അതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നീഡ് ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ. അതായത് എന്താണ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ബൂൺ ആണല്ലേ. ഗൂൺ എങ്ങനെ പറയുന്നത്, അപ്പോൾ ഒരു വരദാനമാണല്ലേ. ഓക്കെ, അതായത് നമ്മുടെ എർത്തിനകത്ത് ജീവൻ നിലനിൽക്കുന്നത് തന്നെ വാട്ടർ കൊണ്ടാണ്. അതുകൊണ്ട് ആ വാട്ടറിനെ കൺസേർവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ക്വാളിറ്റി ആയാലും അതിൻ്റെ പ്യൂരിറ്റി നിലനിർത്തുന്നതിലായാലും വാട്ടറിൻ്റെ അവൈലബിലിറ്റി നിലനിർത്തുന്നതിലായാലും നമ്മൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതാണ് നമ്മളിവിടെ വാട്ടർ എന്ന് പറയുന്നത്, വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള വാട്ടറൊന്നും അങ്ങനെ നമ്മുടെ കൺസർവ് ചെയ്യാറില്ല. നമ്മുടെ നദികൾ, നമ്മുടെ റിവേഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കെമിക്കൽ, അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഓക്കെ, ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മുനിസിപ്പൽ സിവേജസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് റെസിഡിയൽ വേസ്റ്റ്, അതൊക്കെ എന്താണ് നമ്മുടെ റിവേഴ്സിൽ കൊണ്ട് ഡംപ് ചെയ്യാണ്. അപ്പോൾ ആ റിവേഴ്സിലെ വാട്ടർ മലിനമാകുന്നു. ആ റിവേഴ്സ് ഒഴുകിച്ചേരുന്ന സീലാണ് ഇത് എത്തുന്നത്. അപ്പോൾ ആ സീയിലെ വാട്ടറും മലിനമാകുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ കോസ്റ്റൽ ഏരിയാസും റിവറിൻ്റെ കരയിലുള്ള റിവറിൻ്റെ ഏരിയാസ് എല്ലാം പൊല്യൂട്ടഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്താണ് ഒരുപാട് അറ്റ്മോസ്ഫിയറിനും ആയാലും തന്നെയും എന്താണ് അത് പൊല്യൂഷൻ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കൺസർവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ബിക്കം എസെൻഷ്യൽ ഡ്യൂ ടു ഷോർട്ട് സപ്ലൈ, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ആൻഡ് ലാർജ് സ്കെയിൽ പൊല്യൂഷൻ ആൻഡ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ കൺട്രി. അപ്പോൾ എന്തൊക്കെയാണ് വാട്ടർ കൺസർവ് ചെയ്യാനുള്ള സ്റ്റെപ്സ്? ഈ 3 സ്റ്റെപ്സ് ഈ നമ്മുടെ ഈ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഓക്കെ, അത് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ സ്റ്റെപ്സ് നെസസറി ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ആർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് വാട്ടർ സേവിങ് ടെക്നോളജീസ്. അതായത് എന്താണ് നമ്മൾ വാട്ടർ സേവിങ് ടെക്നോളജി, അതായത് വാട്ടർ സേവ് ചെയ്യാനുള്ള ടെക്നോളജീസ് നമ്മൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ റെയിൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ റെയിൻ വാട്ടർ സേവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടാങ്ക് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അയ്യത്തൊക്കെ ഹോൾ ഡിഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡാണ്. അതായത് വാട്ടർ സേവിങ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുക, അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റിങ് പൊല്യൂഷൻ ഓഫ് വാട്ടർ. അതായത് പൊല്യൂഷൻ ഓഫ് വാട്ടർ പ്രിവെൻറ്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും? നമ്മൾ വേസ്റ്റൊന്നും വാട്ടറിനകത്ത് കൊണ്ടിടാതിരിക്കുക, റിവറിനകത്ത് കൊണ്ട് തള്ളാതിരിക്കുക, ഇൻഡസ്ട്രീസ് എന്നുള്ള മാലിന്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് മാലിന്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള, വേസ്റ്റൊക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ച് റിവേഴ്സിനകത്ത് ഡംപ് ചെയ്യുന്നത് നിർത്തലാക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റിങ് പൊല്യൂഷൻ ഓഫ് വാട്ടർ ചെയ്യാം. അടുത്തത് എൻകറേജിങ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റീയൂസ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വാട്ടർ. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടപ്പാക്കുക. നമ്മുടെ റെയിൻ വാട്ടറിലൂടെ ഒരുപാട് വാട്ടർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് റെയിൻ വാട്ടറിലൂടെ ലഭിക്കുന്ന വെള്ളം നമുക്കറിയാം ഒഴുകി അവിടെ ചെന്ന് ചേരുന്നു, ഏതെങ്കിലും തൊട്ടടുത്തുള്ള കുളങ്ങളിലോ റിവറിലൊക്കെ ചേരുന്നു, അത് പിന്നെ സീയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഒരു സൈക്ലിക് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ റെയിൻ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസേർവ് ചെയ്ത് റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടെക്നോളജി, അതിനുള്ള മെത്തേഡ്സ് നമ്മൾ തേടുക. അതാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ സംഭരിച്ച് വെക്കാനുള്ള അല്ലെങ്കിൽ റീയൂസ് റീസൈക്ലിംഗ് പരിപാടിക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഓക്കെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതായത് CPCB എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഓക്കെ, അതിൻ്റെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡെന്നാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്.
is working with the state pollution control boards, monitoring the quality of water sources. According to them, organic and bacterial contamination is major cause of the pollution of the river waters. The Yamuna has been identified as the most polluted river in the country between Delhi and Etawah. Groundwater is also polluted by toxic metals, fluoride and nitrates in different parts of the country. അതായത് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഈ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിവേഴ്സിനെ എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ഇത്ര പൊല്യൂഷൻ ലെവൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാർട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെരിയാർ, ഭാരതപ്പുഴ പോലുള്ള റിവേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടഡ് മാപ്പ് അവർ തയ്യാറാക്കുന്നു. അങ്ങനെ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വർഷം തോറും അവരെന്ത് ചെയ്യുന്നു, ഒരു റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഈ റിവർ വലിയ പൊല്യൂട്ടഡായി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കൂടിയ നദി എന്ന് പറയുന്നത് യമുനയാണ്. യമുന അറിയാലോ താജ്മഹലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ആഗ്രയിലൂടെ ഒഴുകുന്ന, ഡൽഹിയിലൂടെ ഒഴുകുന്ന നദിയാണെന്ന് പറയുന്നത് യമുന. അപ്പോൾ ഈ യമുനയുടെ തീരത്തുള്ള, അതായത് യമുനയുടെ തീരത്താണ് ഒരുപാട് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് എന്നുള്ളത് കെമിക്കൽ വേസ്റ്റ്, ഓക്കെ, അതുപോലെ മുനിസിപ്പൽ വേസ്റ്റ്, റെസിഡ്യൂൽ വേസ്റ്റ്, സീവേജസ്, അപ്പോൾ ഇതെല്ലാം എങ്ങോട്ടാണ്, യമുനയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, യമുന നദി പൊല്യൂട്ടഡ് ആണ്. ഓക്കെ, മാത്രമല്ല ഗ്രൗണ്ട് വാട്ടറും പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് പൊല്യൂട്ടഡ് ആവുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം, അതായത് നിങ്ങളുടെ പഞ്ചായത്ത് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം, അതിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെറ്റൽസിൻ്റെ സോഴ്സ് ആയിരിക്കും അത്. കാരണം മെറ്റൽസ് ഒരുപാട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഫ്ലൂറൈഡ്, കാഡ്മിയം, ഫ്ലൂറൈഡ്, നൈട്രേറ്റ്സ് പോലുള്ള മെറ്റൽസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള മെറ്റൽസാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഗവൺമെൻറ് ഹാസ് മെയ്ഡ് ദ ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻ ഫോർ പ്രിവെൻറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ. എക്സാമ്പിൾ, വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974 and the Environment Protection Act 1986 and the Water Cess Act 1977. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ കൺസേർവ് ചെയ്യാൻ. അതിനകത്തുള്ള 3 പ്രധാനപ്പെട്ട ആക്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ ആക്ട് എന്ന് പറയുന്നത് 1974 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, അതെന്താണ് 1974. അടുത്തത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് 1986 ആക്റ്റാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അടുത്ത 1977 വാട്ടർ സെസ് ആക്ട്. അപ്പോൾ ഈ 3 ആക്റ്റും നടപ്പാക്കിയതിലൂടെ എന്താണ്, വാട്ടർ എങ്ങനെ എന്താണ് കൺസേർവ് ചെയ്യാം എന്നുള്ള ഒരു രീതി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എന്താണ്, ഈ ആക്ട് കൊണ്ട് ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, അപ്പം ഇത് ഒരു ഇൻഡസ്ട്രി ഒരു റിവറിലോട്ട് ഇന്ന കെമിക്കൽസ് പൊല്യൂട്ട് ആക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇൻഡസ്ട്രി ഒരു റിവറിനെ പൊല്യൂട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഈ ആക്ട് ഉപയോഗിച്ച് ആ ഇൻഡസ്ട്രിക്കെതിരെ കേസെടുക്കാൻ പറ്റും, ആ ഇൻഡസ്ട്രിയുടെ പ്രവർത്തനം തന്നെ നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആക്റ്റുകളൊക്കെ കൊണ്ട് എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിനെ കൺസർവ് ചെയ്യാൻ പറ്റും, വാട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓഫ് വാട്ടറാണ്. അതായത് നമ്മുടെ പ്രദേശത്ത് വീഴുന്ന ഉള്ള വാട്ടറിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഫ്രഷ് വാട്ടർ നമ്മൾ കുടിക്കാനെടുക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ റെയിൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റീസൈക്കിൾ ചെയ്തുകൂടെ? അതായത് റെയിൻ വാട്ടർ എങ്ങനെയാണ് റീസൈക്കിളൊക്കെ ചെയ്യുന്നത്, അതായത് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീഴുന്ന റെയിൻ വാട്ടർ ഒരു പൈപ്പ് വഴി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടാങ്കിനകത്ത് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വെൽസൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വാക്കുണ്ട്, റീചാർജ് ചെയ്യുക എന്നുള്ളൊരു വാക്കുണ്ട്. അതായത് ഈ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് കിണറിനകത്തോട്ട് വിടുക എന്നുള്ളതാണ് റീചാർജ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ വീട്ടിലുള്ള പിന്നെ റീയൂസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ വാട്ടറൊക്കെ ഇപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഗാർഡനിങ്ങിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, തുണിയൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അടുത്തത് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ്. വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു കൺസേർവ് ദ വാട്ടർ റിസോഴ്സസ്, ഇൻക്രീസ് agricultural development and stop environmental degradation.
It helps to improve the living standards of people. Tanks, ponds, check dams, and other structures have been constructed for water harvesting. Various other methods have been taken to harvest water for common man. Tamil Nadu is one of the states which has made it mandatory for every building to harvest water. അതായത് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, അതായത് വാട്ടർ റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം, തമിഴ്നാട്ടിൽ ആണല്ലോ ഒരുപാട് അഗ്രികൾച്ചർ ഉള്ളത്. അപ്പോൾ ഈ അഗ്രികൾച്ചറിന് എന്ത് ആവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്. അപ്പോൾ ഈ വാട്ടർ എവിടെ നിന്ന് കിട്ടും? വാട്ടർ സത്യം പറഞ്ഞാൽ അവർക്ക് വളരെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഡ്രൈ സീസൺ ആയി കഴിഞ്ഞാൽ അവിടെ വളരെ, നിങ്ങൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, വാട്ടറിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നവരാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ അവിടെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ഓരോ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആയാലും നമ്മുടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവായാലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള മെത്തേഡ്സാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ട്രക്ചേഴ്സ്, ചെക്ക് ഡാംസ്, ടാങ്ക്, പോൺസ്, ചെക്ക് ഡാംസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. മാത്രമല്ല റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി ഓരോ വീടുകളിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് പഠിക്കാം? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, അതിനകത്ത് ഈ കുറച്ച് ക്വസ്റ്റ്യൻസും, ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് എന്തായിരുന്നു? മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആൻഡ് നീഡ് ഓഫ് കൺസേർവ് ഓഫ് വാട്ടർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു.